നോക്ക്. എണീക്കുമോ? ഞങ്ങൾ സഹായിക്കാം. അയ്യോ, എല്ലാം തറയിലായല്ലോ മോളെ. അയ്യോ വിഷമിക്കണ്ട, ഞാൻ സഹായിക്കാം. ഇതെവിടുന്ന് കിട്ടിയതാ? ആക്രി പറക്കുന്ന കൂട്ടത്തിൽ കിട്ടിയതാ മോളെ. ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഡോക്യുമെന്റ്സാ. ഇന്ന് തന്നെ ഇത് കോടതിയിൽ ഹാജരാക്കേണ്ടതാ. ഇത് കാണാതെ വിഷമിച്ച് ഇവനും ഞാനും കൂടി ഇവിടെ മുഴുവൻ തിരയായിരുന്നു. എന്തോ ദൈവാനുഗ്രഹത്താല ഇതിപ്പോ വീണ്ടും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തോളൂ മോളെ. ചിലപ്പോൾ ഇത് തിരികെ കിട്ടാൻ വേണ്ടിയാവും ദൈവം എന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. അത് തന്നെയാ. അതെ, അത് ശരിയാ. വിപിനെ, ഡോക്യുമെന്റ്സ് കിട്ടി. നമ്മൾ വിജയിച്ചു. വിശാൽ സാറും വിജയിച്ചു. വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് കോടതിയിൽ എത്തിക്കാം. വളരെ ഉപകാരം. ഉദയന്നൂരമ്മേ, നീ കാത്തു. വാ ചേട്ടാ, എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ? പൊയ്ക്കോ മോളെ. വാ. എന്റെ ഉദയന്നൂരമ്മേ, എത്രയും പെട്ടെന്ന് കോടതിയിൽ എത്തിക്കണേ. പറയമ്മേ. എടാ മോനെ, വക്കീൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? ആ ഡോക്യുമെന്റ് പാർവതി കൊണ്ട് കളഞ്ഞോ? എടാ, അതില്ലെങ്കിൽ കേസിന്റെ ഗതി എന്താവും? എനിക്കൊന്നും അറിയില്ലമ്മേ. നീ ഇപ്പൊ എവിടെയാ? ഞാൻ കോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. മോനെ, എന്നാ നീ ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട. അത് അപകടമാ. നിനക്ക് പകരം ഞാൻ പൊയ്ക്കോളാം. ദേ, ഞാൻ കോർട്ടിൽ ഹാജരാവാം മോനെ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ തന്നെ ഹാജരായിക്കോളാം. വിശാലേ, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അമ്മയെ ഞാൻ വിളിക്കാം. ഓക്കെ? എടാ,
എടാ വിശാലേ, ആ ഡോക്യുമെന്റ്സ് എവിടെ കളഞ്ഞുപോയെന്ന് അറിയാതെ പാർവതി എങ്ങനെ കണ്ടുപിടിച്ചോണ്ട് വരുന്ന നീ പറയുന്നേ? ഒന്നും കാണാതെ പാർവതി അങ്ങനെ പറയില്ല. അവൾ ആ ഡോക്യുമെന്റ്സും കൊണ്ടുവരും. അതാ എന്റെ വിശ്വാസം. ഇന്നുവരെ പാർവതി എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴും പാർവതി എന്നെ രക്ഷിക്കും. രക്ഷിക്കും. നീ അത് സ്വപ്നം കണ്ടിരുന്നു. ഇന്ന് അവള് കാരണം നീ ജയിലിലാകും. ഇന്നത്തോടെ അവളിലുള്ള നിന്റെ വിശ്വാസം തകരും. നീ ജയിലിൽ കിടന്നിട്ടില്ലല്ലോ, പോയി കിടക്ക്. അതിനുള്ളിൽ കിടക്കുന്ന ഓരോ നിമിഷവും അവളെ നീ വെറുക്കും. എടാ, ഈ ഡോക്യുമെന്റ്സ് ഇവിടെ ഹാജരാക്കിയില്ലെങ്കിൽ നിനക്ക് ജയിലിൽ പോണോന്ന് അവക്ക് വ്യക്തമായിട്ടറിയാം. എന്നിട്ട് എന്തുകൊണ്ടാ അവള് കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യാതിരുന്നത്? എന്റെ കാര്യത്തിൽ അവൾ ഒരിക്കലും അശ്രദ്ധ കാണിക്കില്ല. ഇത് മറ്റെന്തോ സംഭവിച്ചത്. എന്തു സംഭവിക്കാൻ? അങ്ങനെ ചോദിച്ചാൽ എനിക്കതിന് വ്യക്തമായ ഉത്തരവില്ല. പക്ഷേ പാർവതി അറിയാതെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. എന്തായാലും പാർവതി വരട്ടെ. പാർവതി വന്നിട്ട് മാത്രം കാര്യമില്ല, അവളുടെ കയ്യിലെ ഡോക്യുമെന്റ്സും കൂടെ ഉണ്ടാവണം. അതുണ്ടാവും. വിശാലിന്റെ വിശ്വാസേ വിശാലിനെ രക്ഷിക്കട്ടെ. വിശാൽ, എന്തായി വിശാൽ? പാർവതി വന്നില്ലല്ലേ? ഇല്ല വെക്കില്ലേ. ഇത് വല്ലാത്തൊരു ദുര്യോഗമായി പോയല്ലോ വിശാൽ. പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് അല്ലേ നിങ്ങളുടെ വൈഫ് കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞത്. ഇനി എങ്ങനെ നിങ്ങളുടെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കും? സോറി വിശാൽ, കോടതി നൽകുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ മതിയാവും. ഇപ്പോ കോടതിയിൽ കീഴടങ്ങുന്നതാണ് നല്ലത്. ഇത് വിധിയാണ്. എന്തായാലും പാർവതി കാരണമല്ല ഇത് സംഭവിച്ചതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കോടതിയിൽ കീഴടങ്ങാൻ ഞാൻ തയ്യാറാണ്. വരൂ വക്കീലേ, നമുക്ക് അകത്തേക്ക് പോവാം. നീ ജയിലിൽ പോകുന്നത് ആലോചിക്കുമ്പോ അമ്മയ്ക്ക് സഹിക്കുന്നില്ലടാ. വക്കീലെ, എന്റെ മോനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ട്രൈ ചെയ്യില്ലായിരുന്നു. വരൂ വിശാൽ, നമുക്ക് അകത്തേക്ക് പോവാം. മോനെ. വിശാൽ സാർ, ഡോക്യുമെന്റ്സ് കിട്ടി. വിശാൽ സാർ, ഇതാ ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റ്സ് എങ്ങനെ കളഞ്ഞു പോയത്? ഇത് എവിടെന്നാ കിട്ടിയത്? അതൊക്കെ പിന്നീട് പറയാം. ആദ്യം സാർ ഇത് കൊണ്ടുപോയി ഹാജരാക്ക്. ഇത് ഹാജരാക്കാനുള്ള സമയമായില്ലേ? അതെ, നമുക്കിത് വേഗം സബ്മിറ്റ് ചെയ്യാം. വിശാൽ വരും.
തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശാൽ ഗോപിനാഥ് നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത് തോമസ് ആൻഡ് കമ്പനി വിശാൽ ഗോപിനാഥിനെതിരെ കെട്ടിച്ചമച്ച അന്യായമാണെന്ന് ഈ കോടതിക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നു. ആയതിനാൽ വിശാൽ ഗോപിനാഥിന് തോമസ് ആൻഡ് കമ്പനി 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഈ കോടതി വിധിക്കുന്നു. പാർവതി, നീ കൃത്യസമയത്ത് ആ ഡോക്യുമെന്റ്സ് എത്തിച്ചോണ്ടാ ഞാനിപ്പോ രക്ഷപ്പെട്ടത്. ഇവിടെ അമ്മയ്ക്കും അങ്കിളിനും ജാസ്മിനും ഒക്കെ ഈ ഡോക്യുമെന്റ് തിരികെ കിട്ടുമെന്ന് ഒരാശങ്കയുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു നീ എന്നെ രക്ഷിക്കുമെന്ന്. ഈ ഡോക്യുമെന്റ് കൃത്യസമയത്ത് തന്നെ നീ ഇവിടെ കൊണ്ട് എത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എല്ലാം ഉദയന്നൂരമ്മയുടെ അനുഗ്രഹമാണ് വിശാൽ സർ. ഈ ഡോക്യുമെന്റ്സ് തിരികെ കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നെങ്കിലും അത് എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഏതായാലും എന്റെ പ്രാർത്ഥന ഉദയന്നൂരമ്മ കേട്ടു. ഇപ്പോ അമ്മയ്ക്കും അങ്കിളും ജാസ്മിനും ഒക്കെ സമാധാനമായല്ലോ. ദേ, ഇതാ എന്റെ പാർവതി. സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ഇവൾ എന്നെ ഏത് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കും. ഏത് ആപത്തിൽ നിന്നും കരകയറ്റും. എന്റെ അഭിമാനമാ പാർവതി. അഭിമാനം. ഇന്നെന്റെ പ്ലാൻ മിസ്സായെങ്കിലും ഞാൻ പരാജയപ്പെടില്ല വിശാലെ. നിന്റെ അഭിമാനഭാജനമായി ഇവളെ നീ തള്ളിപ്പറയും. നിന്റെ ജീവിതത്തിൽ നിന്ന് നീ ഇവളെ ഒഴിവാക്കും. നിങ്ങളെ തമ്മിൽ വേർപിരിക്കും ഞാൻ. ഏതായാലും ജയിലിൽ പോകാതെ നീ രക്ഷപ്പെട്ടല്ലോ. ഹോ, അത് തന്നെ മഹാഭാഗ്യം. ഞങ്ങൾക്കതീ സമാധാനമായി മോനെ. താങ്ക് യു വക്കീലെ. എന്നെ ഈ കേസിൽ നിന്ന് രക്ഷിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. അതിനല്ലേ നിങ്ങൾ എന്നെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായി വെച്ചിരിക്കുന്നത്. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ വക്കീലെ. ആയിക്കോട്ടെ. എന്നാ പിന്നെ നമുക്ക് പോവാം. അമ്മയും ഞങ്ങളുടെ കൂടെ തന്നെ വരൂ. ഇനിയിപ്പോ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പാർവതി വാ. അവളെ ഇനി പരാജയപ്പെടുത്തണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്ത് മാർഗം? പാർവതിയുടെ ജീവിതത്തിൽ അവൾ പോലും അറിയാതെ ഒരു വഴിത്തിരിവുണ്ടാവാൻ പോകുന്നു. ആ സംഭവം അധികം വൈകാതെ അരങ്ങേറും. അതോടെ വിശാലും പാർവതിയും വേർപിരിയും. എന്താ ചേച്ചിയുടെ പ്ലാൻ? അത് കാത്തിരുന്ന് കണ്ടോളും. ഒരു കാര്യം ഉറപ്പിച്ചോ, ഇത്തവണ പ്രഭാവതിക്ക് പിഴക്കില്ല. വിശാലും പാർവതിയും തമ്മിലുള്ള വേർപിരിയൽ നടന്നിരിക്കും. അമ്മേ, ഉദയന്നൂരമ്മയുടെ ശക്തിയും ദേവമ്മയുടെ അനുഗ്രഹവും കൊണ്ട് വലിയൊരു ആപത്ത് ഇന്ന് ഒഴിഞ്ഞുപോയി. ജാസ്മിൻ കാണിച്ചത് വലിയ ചതിയായിരുന്നു. അവൾക്ക് ആ ചെയ്തതിനുള്ള കഠിനമായ ശിക്ഷ കിട്ടണമെന്നാ എന്റെ പ്രാർത്ഥന. പിന്നെ ചില കാര്യങ്ങൾ അമ്മയോട് നേരിട്ട് പറയാനുണ്ട്. അമ്മ എന്നാ ഇനി എന്നെ കാണാൻ വരുന്നേ? മോളെ,
അമ്മേ, നിനക്ക് എന്താണ് മോളെ എന്നോട് പറയാനുള്ളത്? ദേവമ്മേ, ഇന്ന് വിശാൽ സാറ് ജയിലിൽ പോകാനുള്ളതായിരുന്നു. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. എല്ലാം ഞാൻ അറിയുന്നുണ്ട് മോളെ. ദേവമ്മേ, ഇതെല്ലാം ആ ജാസ്മിൻ. അതും ഞാൻ അറിയുന്നു. ജാസ്മിന്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ അവൾ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. തീർച്ചയായും അവൾ അത് അനുഭവിക്കും. അവള് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള പ്രതിഫലം അവൾക്ക് കിട്ടുന്നത് കാണാതെ ഇനി അവളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു സമാധാനവും ഉണ്ടാവില്ല ദേവമ്മേ. പലതും ഞാൻ ക്ഷമിച്ചും സഹിച്ചും കളഞ്ഞതാ. പക്ഷേ ഇനി എനിക്ക് അവളോട് ക്ഷമിക്കാനാവില്ല. നീ കാത്തിരിക്കും മോളെ. ഇന്ന് നീ വേദനിച്ചതിന്റെ 10 മടങ്ങ് അവൾ വേദനിക്കുന്നതും നിനക്ക് കാണാം. പിന്നെ അമ്മേ, വിശാൽ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ആ ഡോക്യുമെന്റ് എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയിട്ടും വിശാൽ സാറിന് ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടും സാർ എന്നെ ഒന്ന് ശകാരിച്ചില്ല. ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചില്ല. പകരം സാർ എന്നെ അഭിനന്ദിക്കുക ചെയ്തത് ദേവമ്മേ. വിശാൽ സാർ എന്നെ എങ്ങനെയാ കാണുന്നതെന്ന് അറിയോ ദേവമ്മയ്ക്ക്? സാർ എന്നെ കാണുന്നതേ ദേവമ്മയുടെ രൂപത്തിലാ. ഞാൻ ദേവമ്മയുടെ തനി പകർപ്പാണെന്നാ സാർ പറയുന്നത്. ഇവളിത് ആരോട് സംസാരിക്കുന്നത്? ഗായത്രി അമ്മയോടാണോ അതോ ഉദയനൊരമ്മയോടോ? ഇവൾക്ക് ഗായത്രി അമ്മയെ ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ടോ? ദേവിയെ കാണാൻ സാധിക്കുന്നുണ്ടോ? അമാനുഷിക ശക്തികൾ ഇവളെ സഹായിക്കുന്നുണ്ടോ? നീ സമാധാനമായിട്ടിരിക്കെ. നിന്റെ ഒപ്പം എന്നും ഞാനും നീ ഉപവസിക്കുന്ന ഉദയന്നൂരമ്മയും ഉണ്ടാകും. അമ്മ പോയോ? ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തിക്കേ. എന്താ പാർവതി? അവള് ആ പെൺകുട്ടി. അവളാരാ? അവളാ ഗർഭിണിയായിട്ട് വന്ന് കാറില് ലിഫ്റ്റ് ചോദിച്ച് കയറിയത്. അവൾ ഇറങ്ങിപ്പോയതിനു ശേഷം ആ ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടത്. ഗാർഗി, ഇപ്പൊ അവള് ഗർഭിണിയല്ലല്ലോ? അല്ല, ഇത് അവള് തന്നെയാണെന്ന് ഉറപ്പാണോ? ഉറപ്പാ, അതവള് തന്നെയാ. ആ, എങ്കിലും അവളെ വെറുതെ വിടാൻ പാടില്ല. അവളെ കൈയോടെ പിടികൂടി ചോദ്യം ചെയ്യണം. ചേട്ടാ, ആ വണ്ടി ആ കടയുടെ അടുത്തേക്കൊന്ന് നിർത്തിക്കേ. പാർവതി, ദേ അവള് നമ്മളെ കണ്ടു. ദേ, അവള് പൊങ്ങും. അവളെ വിടാൻ പാടില്ല.
അവള് രക്ഷപ്പെടാൻ പാടില്ല. വേഗം വന്നേ. ഡി നിക്കടി അവിടെ. എടി നീ ആരാന്ന്? നിന്റെ ഗർഭം ഇപ്പൊ എവിടെ പോയി? എവിടെ പോയിന്ന്? ഓ, നീ ഇത്ര പെട്ടെന്ന് പ്രസവിച്ചോ? എടി ആ ഡോക്യുമെന്റ് എവിടെ?